ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിലയായിരുന്നേ. ഒരു കിലോയ്ക്ക് 400 രൂപയായിരുന്നേ. പിന്നെ ഒരു കൊതി കൊണ്ടങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാനതങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി അതിൻ്റെ വാലിലെ മാംസം പോലും അടർത്തി കളയാതെ ഞാൻ വളരെ സാഹസികമായിട്ട് തലയിലെ ഷെല്ലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ തലയ്ക്ക് നല്ല മാംസമുണ്ട് കേട്ടോ. നമ്മളത് നല്ല വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല മാംസത്തോടു കൂടി കിട്ടും. പിന്നെ ആൾ കൂടുതലുള്ളതുകൊണ്ടും ക്വാണ്ടിറ്റി കുറവുള്ളതുകൊണ്ടും ഞാനതങ്ങ് രണ്ടായിട്ട് മുറിച്ച്. വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് മുറിച്ചു. പിന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് തക്കാളിക്ക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് സവാള ഒന്ന് വഴന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് സവാള വഴന്നതിന് ശേഷം പിന്നെ കുറച്ച് തക്കാളിക്കയും കൂടെ ഇട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കൂട്ടി ഇളക്കി നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. തിളച്ച വെള്ളം ഒഴിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാൽ അത് എന്തോ പറയുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി അടുപ്പിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ഡാലിയറി വെക്കാമെന്ന് കരുതി കുറച്ച് തോരപ്പരിപ്പ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിലാണ് വെച്ചത്. വടത്തുമരയായിരുന്നത് കേട്ടോ. വടത്തുവരപ്പരിപ്പാണ് വെച്ചത്. അതുകൊണ്ട് നല്ല കുറുകിയത് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടായിട്ടാണ് കടുക് താളിച്ചത്. ചേട്ടന് ജീരകപ്പൊടി ഇടണം. ഇവിടെ നമ്മുടെ തുമ്പി വന്നിട്ടുണ്ട്, അവൾക്ക് ജീരകപ്പൊടി ഇടണ്ട. അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് രണ്ട് രീതിയിൽ കടുക് താളിച്ച് ഒഴിച്ചിട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല വെന്ത് കുറുകി സെറ്റായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ പൊന്നുമക്കളെ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല ചൂട് കൊഞ്ചുകറിയും ചൂട് ചോറും കുറച്ച് പാവയ്ക്ക മെഴുക്കുരട്ടിയും കൂടെ കൂട്ടി നല്ല പുറഞ്ചങ്ങ് അറിഞ്ഞു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു, പക്ഷേ ആ തണുപ്പത്ത് ചൂട് നിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.